ഇന്ത്യൻ ഓഹരി വിപണികളെ സംബന്ധിച്ച് ഫെബ്രുവരി നഷ്ടത്തിന്റേതായിരുന്നു. ആഗോള വിപണികളുടെ സമ്മർദ്ദം പ്രാദേശിക വിപണികളെ സമ്മർദ്ദത്തിലാക്കിയ മാസമാണ് കടന്നുപോകുന്നത്. നിഫ്റ്റി കഴിഞ്ഞ 8 സെഷനുകളായി നഷ്ടം തുടരുന്നു. കൃത്യമായി പറഞ്ഞാൽ സൂചിക അതിന്റെ എക്കാലത്തെയും ഉയർന്ന നിലവാരമായ 26,277 നിന്ന് ഏകദേശം 16% താഴെയാണ്. നിഫ്റ്റിയുടെ നഷ്ടം ആഴത്തിൽ പരിശോധിച്ചാൽ നിഫ്റ്റി മിഡ് ക്യാപ് 150 സൂചിക 21.1% ഇടിഞ്ഞു. അതേസമയം നിഫ്റ്റി സ്മോൾ ക്യാപ് 250യുടെ നഷ്ടം 25.6%. മൈക്രയ ക്യാപ് 250 സൂചിക 26.2% വീണു. ഫെബ്രുവരിയിൽ മാത്രം 40% വരെ തിരുത്തൽ നേരിട്ട സ്റ്റോക്കുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വിശദാംശം നോക്കാം. എൻസിസി ലിമിറ്റഡ്. എൻസിസി ലിമിറ്റഡ് ഇന്ത്യ ആസ്ഥാനമായുള്ള ഒരു കമ്പനിയാണ്. കമ്പനി അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നു. പ്രധാനമായും വ്യാവസായിക, വാണിജ്യ കെട്ടിടങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, ജലവിതരണ, പരിസ്ഥിതി പദ്ധതികൾ, ഭവന നിർമ്മാണം, വൈദ്യുതി പ്രക്ഷേപണ ലൈനുകൾ, ജലസേചന, ജലവൈദ്യുത പദ്ധതികൾ, റിയൽ എസ്റ്റേറ്റ് വികസനം മുതലായവയുടെ നിർമ്മാണത്തിലാണ്. കമ്പനിയുടെ അനുബന്ധ സ്ഥാപനങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനം, റിയൽ എസ്റ്റേറ്റ്, നഗര അടിസ്ഥാന സൗകര്യ വികസനം, വൈദ്യുതി എന്നിവയിൽ പ്രവർത്തിക്കുന്നു. കമ്പനിയുടെ അന്താരാഷ്ട്ര അനുബന്ധ സ്ഥാപനങ്ങളിൽ എൻസിസി ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടുന്നു. എൻസിസിയുടെ ഓഹരി വില കുറയുന്നത് എന്തുകൊണ്ട്? 1. ദുർബലമായ ത്രൈമാസ ഫലങ്ങൾ. 2025 സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദത്തിൽ എൻസിസിയുടെ പ്രകടനം നിരാശാജനകമായിരുന്നു. അതിന്റെ സ്റ്റാൻഡ് ലോൺ അറ്റാദായം വാർഷികാടിസ്ഥാനത്തിൽ 13% കുറഞ്ഞ് 1.9 ബില്യണായി. സംസ്ഥാന തിരഞ്ഞെടുപ്പുകളും കനത്ത മഴയും കാരണം പദ്ധതി നിർവഹണത്തിലെ മന്ദഗതിയാണ് ഈ ഇടിവിന് പ്രധാന കാരണം. ഈ ഘടകങ്ങൾ ബില്ലിംഗ് സൈക്കിളുകൾ നീട്ടി, വരുമാനം തിരിച്ചറിയുന്നതിൽ കാലതാമസം വരുത്തി. കൂടാതെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനത്തിലും വാർഷികാടിസ്ഥാനത്തിൽ 1.6% ഇടിവ് രേഖപ്പെടുത്തി 46.7 ബില്യണായി. എൻസിസിയുടെ മൊത്തം ഓർഡർ ബുക്കിന്റെ ഏകദേശം 46% വരുന്ന മഹാരാഷ്ട്ര, ജാർഖണ്ഡ് തുടങ്ങിയ പ്രധാന വിപണികളിലെ മാന്ദ്യം പ്രത്യേകിച്ചും ശ്രദ്ധേയമായി. ഈ സംസ്ഥാനങ്ങളിലെ പദ്ധതി അംഗീകാരങ്ങളിലെ കാലതാമസവും നിർവഹണ വെല്ലുവിളികളും വരുമാനം കുറയുന്നതിന് ഗണ്യമായ കാരണമായി. പലിശ, നികുതി, മൂല്യത്തകർച്ച, അമോർട്ടൈസേഷൻ എന്നിവയ്ക്ക് മുമ്പുള്ള വരുമാനം വർഷം തോറും 14.6% കുറഞ്ഞ് 4.1 ബില്യണിലെത്തി. ഇത് ലാഭക്ഷമതയെ കൂടുതൽ ബാധിച്ചു. തൽഫലമായി എബിറ്റഡ മാർജിനുകൾ 8.8% ആയി ചുരുങ്ങി. പദ്ധതി നിർവഹണത്തിലെ കാര്യക്ഷമതയില്ലായ്മയും ബില്ലിംഗ് സൈക്കിളുകളുടെ നീണ്ടുനിൽക്കുന്നതും ചെലവ് വർദ്ധിക്കുന്നതിനും ലാഭക്ഷമത കുറയുന്നതിനും കാരണമാകുന്നതാണ് ഈ ഇടിവിന് പ്രധാന കാരണങ്ങൾ. 2. ദുർബലമായ വീക്ഷണകോണുകൾ. മൂന്നാം പാദത്തിലെ മോശം പ്രകടനം എൻസിസിയുടെ മാനേജ്മെന്റിനെ അതിന്റെ മുഴുവൻ വർഷത്തെ വരുമാന മാർഗനിർദ്ദേശം കുറയ്ക്കാൻ നിർബന്ധിതരാക്കി. തുടക്കത്തിൽ കമ്പനി 2025 സാമ്പത്തിക വർഷത്തിൽ 15% വരുമാന വളർച്ച പ്രവചിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വെറും 5% ആയി പരിഷ്കരിച്ചു. മാർജിൻ പ്രതീക്ഷകൾ മുമ്പത്തെ 10% ശ്രേണിയിൽ നിന്ന് 9.2% ആയി കുറച്ചിട്ടുണ്ട്. ഈ പരിഷ്കരണം നിലവിലുള്ള നിർവഹണ വെല്ലുവിളികളെയും പദ്ധതി കാലതാമസങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. ഇത് സമീപഭാവിയിൽ പ്രകടനത്തെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2025 സാമ്പത്തിക വർഷത്തെ മൂന്നാം പാദത്തിൽ ഗണ്യമായ ഓർഡറുകൾ നേടിയിട്ടുണ്ടെങ്കിലും 2026 സാമ്പത്തിക വർഷം വരെ പ്രധാന ഓർഡറുകൾ ലഭിക്കുമെന്ന് കമ്പനി പ്രതീക്ഷിക്കുന്നില്ല. മന്ദഗതിയിലുള്ള ഓർഡർ വരവും തുടർച്ചയായ പദ്ധതി കാലതാമസവും വരും പാദങ്ങളിൽ വരുമാന വളർച്ചയിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വ്യവസായ വിദഗ്ധർ വിശ്വസിക്കുന്നു. വരുമാനവും മാർജിനുകളും കുറയുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഇത് എൻസിസിയുടെ ഓഹരി വിലയിൽ കുത്തനെ ഇടിവുണ്ടാക്കി. നിർവഹണ സമയക്രമത്തെയും ഹ്രസ്വകാല സാമ്പത്തിക പ്രകടനത്തെയും കുറിച്ചുള്ള വിപണി ആശങ്കകൾ കാരണം ഓഹരി 11 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം കണക്കിലെടുത്ത് നിക്ഷേപകർ ജാഗ്രത പാലിക്കുന്നു. 2025 സാമ്പത്തിക വർഷത്തെ ക്വാർട്ടർ 3യിലെ ദുർബലമായ ഫലങ്ങൾ, പദ്ധതി നിർവഹണ കാലതാമസം, വരുമാനത്തിലും മാർജിൻ മാർഗനിർദ്ദേശത്തിലുമുള്ള ഇടിവ് എന്നിവയാണ് എൻസിസിയുടെ ഓഹരി വില ഇടിവിന് പ്രധാന കാരണം. കമ്പനിക്ക് ശക്തമായ ഓർഡർ ബുക്കും പുതിയ പദ്ധതി വിജയങ്ങളും ഉണ്ടെങ്കിലും നിർവഹണ വെല്ലുവിളികളും ഹ്രസ്വകാല ലാഭക്ഷമതാ ആശങ്കകളും നിക്ഷേപകരെ ജാഗ്രത പുലർത്തുന്നു. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ നിന്ന് വളർച്ച പ്രതീക്ഷിക്കുന്നു. ദീർഘകാലാടിസ്ഥാനത്തിൽ മെട്രോ റെയിൽ, ജലവിതരണം, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ ഉയർന്ന വളർച്ചയുള്ള മേഖലകളിലേക്കുള്ള എൻസിസിയുടെ വ്യാപനം ഭാവിയിലെ വളർച്ചയെ നയിച്ചേക്കാം. എന്നിരുന്നാലും പദ്ധതി കാലതാമസവും മാർജിൻ സമ്മർദ്ദങ്ങളും കാരണം ഹ്രസ്വകാല അപകടസാധ്യതകൾ നിലനിൽക്കുന്നു.
സൊനാറ്റ സോഫ്റ്റ്വെയർ ലിമിറ്റഡ്. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഒരു ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി സേവന കമ്പനിയാണ് സൊനാറ്റ സോഫ്റ്റ്വെയർ ലിമിറ്റഡ്. ബിസിനസ് ഇന്റലിജൻസ്, അനലിറ്റിക്സ്, ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് മാനേജ്മെന്റ്, മൊബിലിറ്റി, ക്ലൗഡ്, സോഷ്യൽ മീഡിയ, ടെസ്റ്റിംഗ്, എന്റർപ്രൈസ് സേവനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് സേവനങ്ങൾ എന്നിവയിൽ സേവനങ്ങൾ നൽകുന്നു. സൊനാറ്റ സോഫ്റ്റ്വെയറിന്റെ ഓഹരിയിൽ അടുത്തിടെയുണ്ടായ വലിയ ഇടിവിന് പ്രധാന കാരണങ്ങൾ കമ്പനിയുടെ ക്ലയന്റ് നഷ്ടം, ലാഭക്ഷമതയിലെ ഇടിവ്, ചെലവ് വർധന, പ്രതീക്ഷിച്ച വരുമാനത്തിലെ കുറവ് എന്നിവയാണ്. 2025 സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദം വരുമാനത്തിൽ വളർച്ചയുണ്ടായെങ്കിലും ലാഭം കുറയുകയും മാർജിൻ സമ്മർദ്ദം നേരിടുകയും ചെയ്തതാണ് വിപണിയിൽ ആഘാതം ഉണ്ടാക്കിയത്. നിക്ഷേപകരിൽ ഇപ്പോഴത്തെ ആശങ്കയേറിയ ഭാവനകൾക്ക് പ്രധാന കാരണം നാലാം പാദത്തിലും ബലഹീന തുടരുമെന്ന കമ്പനി തന്നെ നൽകിയ മുന്നറിയിപ്പാണ്. അതേസമയം ദീർഘകാലത്തേക്ക് സൊനാറ്റയുടെ ഡിജിറ്റൽ പരിവർത്തനത്തിലെ ഊർജിതമായ നിക്ഷേപങ്ങൾ, വലിയ എന്റർപ്രൈസ് കരാറുകൾ, മൈക്രോസോഫ്റ്റ്, AWS തുടങ്ങിയ പങ്കാളിത്തങ്ങൾ ഇവയൊക്കെ കരുത്തായി മാറിയേക്കാം. ഉറപ്പായ ഒരു വീണ്ടെടുക്കൽ മാർഗം ഉടൻ കാണാനാകുമോ എന്നത് ഇപ്പോഴും സംശയാസ്പദമാണ്. ഓഹരി വില ഉയരാൻ ഫണ്ടമെന്റൽ ഘടകങ്ങൾ ശക്തി പ്രാപിക്കേണ്ടതുണ്ട്. നിലവിൽ ടെക്നിക്കൽ വീക്ഷണത്തിൽ താഴ്ന്ന നിലയിലായിരിക്കും സൊനാറ്റ സോഫ്റ്റ്വെയർ ഓഹരി. ഉയർന്ന തോതിലുള്ള മുന്നറിയിപ്പുകളും ഉണ്ട്. ഉറപ്പായ വിശ്വാസം നിലനിർത്താൻ കമ്പനിയുടെ വരും പാദങ്ങളുടെ പ്രകടനം നിർണായകമാകും. ഹ്രസ്വകാല നിക്ഷേപകരും ദീർഘകാല നിക്ഷേപകരും കമ്പനിയുടെ വരുമാന വളർച്ച, പുതിയ കരാറുകൾ, മാർജിൻ മെച്ചപ്പെടുന്നുണ്ടോ തുടങ്ങിയ ഘടകങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ടെന്ന് പരിഗണിക്കാം. മഹീന്ദ്ര ലോജിസ്റ്റിക്സ്. മഹീന്ദ്ര ലോജിസ്റ്റിക്സ് ലിമിറ്റഡ് ഒരു സംയോജിത ലോജിസ്റ്റിക്സ് മൊബിലിറ്റി സൊല്യൂഷൻസ് ദാതാവാണ്. ഓട്ടോമോട്ടീവ്, എഞ്ചിനീയറിംഗ്, കൺസ്യൂമർ ഗുഡ്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ടെലികമ്മ്യൂണിക്കേഷൻസ്, കമ്മോഡിറ്റീസ്, ഇകൊമേഴ്സ് തുടങ്ങിയ വൈവിധ്യമാർന്ന വ്യവസായ മേഖലകൾക്ക് കമ്പനി സപ്ലൈ ചെയിൻ വൈദഗ്ധ്യം വാഗ്ദാനം ചെയ്യുന്നു. മഹീന്ദ്ര ലോജിസ്റ്റിക്സ് ലിമിറ്റഡ് ഓഹരി വിലയിൽ കഴിഞ്ഞ 6 ദിവസങ്ങളായി 10% ഇടിവ് അനുഭവപ്പെട്ടു. 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലുണ്ട്. കഴിഞ്ഞ വർഷം ഓഹരി 40% അധികം ഇടിഞ്ഞിട്ടുണ്ട്. നിലവിൽ മഹീന്ദ്ര ലോജിസ്റ്റിക്സ് അതിന്റെ 50 ദിവസത്തെയും 100 ദിവസത്തെയും 200 ദിവസത്തെയും മൂവിംഗ് ആവറേജുകൾക്ക് താഴെയാണ് വ്യാപാരം നടത്തുന്നത്. ഇത് തുടർച്ചയായി ഒരു ബെയറിഷ് ട്രെൻഡിനെ സൂചിപ്പിക്കുന്നു. ഇതുകൂടാതെ ലോജിസ്റ്റിക്സ് മേഖല മൊത്തത്തിൽ 2.18% കുറവുണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ മേഖലയിൽ നിലവിലുള്ള വെല്ലുവിളികൾ മഹീന്ദ്ര ലോജിസ്റ്റിക്സിന്റെ ഓഹരി മൂല്യത്തിൽ പ്രതിഫലിച്ചേക്കാം. കമ്പനിയുടെ ഓഹരി വിലയിൽ ഈ ഇടിവ് ലോജിസ്റ്റിക്സ് മേഖലയിൽ നിലവിലുള്ള വെല്ലുവിളികളെ പ്രതിഫലിപ്പിക്കുന്നു. നിക്ഷേപകർക്ക് ഈ സാഹചര്യത്തിൽ സൂക്ഷ്മത പാലിച്ച് വിപണി പ്രവണതകളും കമ്പനിയുടെ അടിസ്ഥാന കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ച് നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നത് ആവശ്യമാണ്. കൺക്ലൂഷൻ. NCC ലിമിറ്റഡ്, സൊനാറ്റ സോഫ്റ്റ്വെയർ, മഹീന്ദ്ര ലോജിസ്റ്റിക്സ് എന്നീ ഓഹരികൾ വിപണിയിലെ കനത്ത സമ്മർദ്ദത്തിനൊടുവിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തി. ഒരു മാസത്തിനുള്ളിൽ 40% വരെ മൂല്യനഷ്ടം നേരിട്ടു. NCC ലിമിറ്റഡ് നിർമ്മാണ മേഖലയിലെ സർക്കാർ പദ്ധതികളുടെ അനിശ്ചിതവും ഫണ്ടിംഗ് വൈകല്യങ്ങളും കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. സൊനാറ്റ സോഫ്റ്റ്വെയർ ഗ്ലോബൽ IT ചെലവിടലിന്റെ കുറവും ദീർഘകാല ടെക്നോളജി ഇൻവെസ്റ്റ്മെന്റുകളുടെ നിരാശാജനകമായ പ്രവണതകളും മൂലമാണ് ഇടിവ് നേരിട്ടത്. മഹീന്ദ്ര ലോജിസ്റ്റിക്സ് മേഖലയുടെ സമാനമായ പ്രശ്നങ്ങൾ, കുറഞ്ഞ ഡിമാൻഡ്, ഉയർന്ന ഓപ്പറേഷണൽ ചെലവ്, വിപണിയിലെ വലിയ മത്സരം പിരിഞ്ഞു വരുന്നത് വലിയ സമ്മർദ്ദം സൃഷ്ടിച്ചു. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഈ ഓഹരികൾക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി വിപണി മാന്ദ്യവും സമ്പദ്വ്യവസ്ഥയിലെ സ്ഥിരതയില്ലായ്മയുമാണ്. എന്നാൽ ദീർഘകാല നിക്ഷേപകർ വ്യവസായ സാധ്യതകളും കമ്പനികളുടെ തന്ത്രപരമായ ആവിഷ്കാരങ്ങളും വിലയിരുത്തി മുൻപോട്ട് പോകുന്നത് അനുകൂലമായേക്കാം. Thank you.